അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലിഹി വസഹബിഹി വസല്ലം. ഈ ലോകത്തെയും പരലോകത്തെയും പറ്റി മഹാന്മാരായ ആൾക്കാർ സംസാരിക്കുമ്പോൾ നമ്മൾ അത് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതിരിക്കുകയും അശ്രദ്ധരാകുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റോ ചിലർ അതിനെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാതെ അതൊന്നും നടക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലെന്ന് വന്നോ നമ്മുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് സൂക്ഷ്മതമായി ജീവിക്കാൻ ഉതകുമായ ഒരു കാര്യം മഹാനായ ഒരു മനുഷ്യൻ തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയത് ഞാനിവിടെ പറഞ്ഞുതരാം. 2 മീനുകളുടെ കഥയാണ് വളരെ രസകരമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു കുളത്തിൽ ഒരു വലിയ പ്രായം ചെന്ന ഒരു മീനും അതേപോലെ തന്നെ യുവത്വമുള്ള വേറൊരു മീനും താമസിച്ചിരുന്നു. ഒരിക്കൽ ഒരു ഉച്ച സമയത്ത് ഒരു ചെറുപ്പക്കാരനായ വികൃതിയായ ഒരു പയ്യൻ തൻ്റെ ചൂണ്ടയുമായി കുളത്തിൽ ഇര കോർത്തുകൊണ്ട് അവിടേക്ക് വരികയും ഇത് കണ്ടുകൊണ്ട് പ്രായം ചെന്ന ആ മീൻ ഈ കൊച്ചു മീനെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ ആ വന്ന ആളുടെ കയ്യിൽ ഇരിക്കുന്ന വടി കണ്ടോ നീ? അതിനകത്ത് അറ്റത്തൊരു നൂലുണ്ട്. ആ നൂലിനകത്ത് അറ്റത്ത് ഇരുമ്പ് പോലത്തെ ഒരു വളയവും ആ കമ്പി ആകൃതിയിലുള്ള അതിനകത്ത് നീ തീറ്റകളും മറ്റ് ഭക്ഷ്യസാധനങ്ങളും ചേർത്തുകൊണ്ട് നമ്മുടെ കുളത്തിലേക്ക് ഇടും. അങ്ങനെ എങ്ങാനും ഇട്ടാൽ നീ എന്ത് ചെയ്യരുത്, അത് പോയി കൊത്തുകയോ വിഴുങ്ങുകയോ ചെയ്യരുത്. അങ്ങനെ വിഴുങ്ങിയാൽ ആ ഭക്ഷ്യസാധനത്തിൻ്റെ ഉള്ളിൽ ആ ഒരു വളഞ്ഞ കമ്പി നീ ഭക്ഷണം വിഴുങ്ങുന്നതിനോടൊപ്പം തന്നെ നിന്റെ വായിലേക്ക് വരികയും നിന്റെ വായ്ക്കകത്തേക്ക് കുത്തിക്കയറുകയും ചെയ്യും. അങ്ങനെ ആ മനുഷ്യൻ നിന്നെ കൊളുത്തി വലിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും, നിന്നെ ഈ കുളത്തിൽ നിന്നും അദ്ദേഹം പൊക്കി അദ്ദേഹത്തിൻ്റെ വലിയ ആ കൂടാരമായ ഭണ്ഡാരത്തിലേക്ക് ഇടുകയും ചെയ്യും. ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആ ചെറിയ മീൻ പറഞ്ഞു, ഉപ്പുപ്പ, നിങ്ങളെപ്പറ്റി ഈ കുളത്തിലുള്ള മിക്കവരും പറയുന്നു നിങ്ങൾക്ക് അരലൂസാണെന്നും നിങ്ങൾക്ക് ബുദ്ധിസ്ഥിരതയില്ലാത്ത മനുഷ്യനാണ്. നിങ്ങളെപ്പറ്റി ഞാൻ വിശ്വസിച്ചിരുന്നില്ല ഇതുവരെ. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു ഈ ജനങ്ങളൊക്കെ പറയുന്ന പോലെ, ഈ കുളത്തിലെ ആൾക്കാർ പറയുന്ന പോലെ നിങ്ങൾക്ക് അല്പം ലൂസാണെന്ന് തോന്നുന്നു. അപ്പോൾ പ്രായം ചെന്ന മീൻ പറഞ്ഞു, മോനെ, നീ ശ്രദ്ധിച്ച് കേൾക്ക്. നീ കേട്ട് നീ ചിന്തിച്ചാൽ നിനക്കൊരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം. അത് അങ്ങനെ നീയെങ്ങാണം ആ മീനെങ്ങാണം വയറ്റിലേക്ക് പോകുന്ന ഭക്ഷ്യസാധനം വിഴുങ്ങിയാൽ നിന്നെ അവൻ വലിച്ച് പുറത്തേക്കിടുന്ന മാത്രമല്ല, അവനവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിന്റെ കൈയും കാലും ഒക്കെ അവൻ മുറിച്ച് കളയും. കൈയും കാലും മുറിച്ച് കളഞ്ഞിട്ടോ നിന്നെ അവൻ എന്ത് ചെയ്യും, വലിയ മൂർച്ചയുള്ള ആയുധം കൊണ്ട് നിന്നെ വരയും. അങ്ങനെ വരയുന്നതിനോടൊപ്പം തന്നെ വലിയ വലിയ പാത്രങ്ങളിലേക്ക് നിന്നെ ഇട്ടുകൊണ്ട് ഉപ്പും മുളകൊക്കെ തേക്കും. അങ്ങനെ ഉപ്പും മുളകൊക്കെ തേച്ച് കഴിയുമ്പോൾ നീ വല്ലാതെ നെരിപിരി കൊണ്ടുകൊണ്ട് നിനക്ക് വല്ലാതെ പുകയും. നീ അപ്പോൾ വിചാരിക്കും നിനക്കുള്ള വേദന തീർന്നു എന്ന്. പിന്നെ അവർ നിന്നെ തിളച്ച എണ്ണയിലേക്കിട്ട് നിന്നെ അപ്പുറോ ഇപ്പുറോ നന്നായി പൊള്ളിക്കും. നീ ശരിക്കിന് വെന്തുകൊണ്ടിരിക്കുമ്പോൾ അവർ അതാ നിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. എന്നിട്ടോ 32 ഇരുമ്പ് പോലത്തുള്ള സംഭവം, പല്ലെന്നാണ് അത്രേ അതിനെ പറയുന്നത്, അതുകൊണ്ട് നിന്നെ അവർ കടിച്ച് പിച്ച് ചീന്തി തിന്നും. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. ഇത്രയും കേട്ടപ്പോൾ ആ കൊച്ചു മീൻ വളരെ അട്ടഹസിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉപ്പുപ്പ, നിങ്ങൾക്ക് വട്ടാണെന്ന് കുളത്തിലുള്ള മുഴുവൻ മീനുകൾ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ എനിക്കിപ്പോൾ ഉറപ്പായി നിങ്ങൾക്ക് അസൽ ഭ്രാന്ത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തട്ടഹസിച്ചുകൊണ്ട് ആ കൊച്ചു മീൻ പോവുകയും അത് ആ ചൂണ്ടയിലിട്ട ആ ഒരു ഭക്ഷ്യധാന്യം അത് വിഴുങ്ങുകയും ചെയ്തു. വിഴുങ്ങിയപ്പോൾ മൂത്തവനായ ആ പ്രായം ചെന്ന മീൻ്റെ വാക്ക് കേൾക്കാതെ ഈ യുവത്വമാർന്ന കൊച്ചു മീൻ ആ വിരയോടുള്ള അത് വിഴുങ്ങുകയും അങ്ങനെ വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ വായുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അതാ തൊണ്ടയിൽ എന്തോ തട്ടുന്നത് പോലെ തോന്നി. നിമിഷങ്ങൾ സെക്കൻഡുകൾക്കകം അതാ തൻ്റെ വായുടെ ഉള്ളിൽ അതാ എന്തോ കൊളുത്തി വലിക്കുന്ന പോലെ തോന്നുകയും അതാ തന്നെ പൊക്കിയെടുത്ത് ആ ചെറുക്കൻ പയ്യൻ അതാ തൻ്റെ കുട്ടയിലേക്ക് എറിയുകയും ചെയ്തു. ഇത്രയും സംഭവിച്ചപ്പോൾ പെട്ടെന്ന് ആ മീൻ പറഞ്ഞു,
ഉപ്പുപ്പ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നു. ഇതാ എൻ്റെ വായിൽ കൊളുത്ത് വീണ് കഴിഞ്ഞു. അതാ കുട്ടിയുമായി ആ പയ്യൻ വീട്ടിലേക്ക് നടന്നു ചെന്നു. അതാ നല്ല നീളമുള്ള മൂർച്ചയുള്ള പിച്ചാത്തി വെച്ച് അതിൻ്റെ 2 ചിറകുകളും അതിൻ്റെ വാലുകളും ഒക്കെ മുറിച്ചു കളഞ്ഞു. ഇത്രയൊക്കെ ഉപ്പുപ്പ പറഞ്ഞ പോലെ സംഭവിച്ചെങ്കിൽ അടുത്തതും ചിലപ്പോൾ ഉപ്പുപ്പ പറഞ്ഞതുപോലെ സംഭവിച്ചേക്കാം എന്നാ കൊച്ചുമീൻ വിചാരിച്ചു. അതുപോലെ തന്നെ വലയപ്പെട്ടു. അതിനകത്ത് ഉപ്പും മുളകും തേച്ചു. അത് പൊളയുകയും അത് വെന്തുകയും അതാ തിളച്ച എണ്ണയിലിട്ട് അതിനെ പൊരിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ സംഭവിച്ചെങ്കിൽ അവസാനം ഉപ്പുപ്പ പറഞ്ഞ പോലെ എന്നെ പിച്ചി ചീന്തപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അത് നേരെ മേശയിലേക്ക് വന്നു. മനുഷ്യരായ നാം അതിനെ 32 പല്ലുകൾ കൊണ്ട് കടിച്ച് അതിനെ തിന്നാൻ പോകുന്ന സമയത്ത് അത് മനസ്സുകൊണ്ട് വിചാരിച്ചു, ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, എനിക്ക് തിരിച്ച് ആ കുളത്തിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞേനെ, ഉപ്പുപ്പ പറഞ്ഞത് ഭ്രാന്തല്ല, അത് സത്യമാണ്, അതാണ് സത്യം. പക്ഷേ ഒരിക്കൽ പോലും നമ്മുടെ മേശയിൽ വന്ന ഒരു മീൻ പോലും തിരിച്ച് കടലിലേക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ആറ്റിലേക്കും ഒരു കുളത്തിലേക്കും പോയിട്ടില്ല. പോകാത്തത് കൊണ്ടാണ് ആ വിജ്ഞാനപ്രദമായ ആ പ്രായം ചെന്ന മീൻ പറഞ്ഞത് കേൾക്കാനത്. ഇതുപോലെയാണ് ജനങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണേ, നിങ്ങൾ അള്ളാഹുവിനെ കാണേണ്ടവരല്ലേ, നിങ്ങൾക്ക് നന്മ ചെയ്താൽ സ്വർഗവും തിന്മ ചെയ്താൽ നരകമുണ്ടെന്ന് പറയുമ്പോഴും നാം അശ്രദ്ധരായിക്കൊണ്ട് ദുനിയാവിൻ്റെ ആ കേടുകളിൽ പെട്ടുകൊണ്ട് നാം കഴിയുകയാണ്. അസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നമ്മളെ ചൂണ്ടയിട്ട് നമ്മളെ പിടിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവേ എൻ്റെ ആയുസ്സതാ തീർന്നു പോവുകയാണ്, ഇനി എനിക്കൊരാഘോഷമില്ലല്ലോ, എനിക്കിനി ഒരു പ്രയാസങ്ങളിൽ നിന്നും പ്രയാസങ്ങളിലേക്കാണ് ഒരു കാഫിറായ മനുഷ്യൻ്റെ യാത്ര, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ യാത്ര. എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും ആഘോഷത്തിൻ്റെ എന്നെന്നും ആഘോഷമാകുന്ന മണിയറയിലേക്കും. അപ്പോൾ വിജ്ഞാനദാഹുക്കളായ അള്ളാഹുവിൻ്റെ ആലിമീങ്ങൾ പറയുന്നത് കേൾക്കാതെ, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളും ആബിദീങ്ങളും കാണിച്ച വരകൾ പിന്തുടരാതെ നടക്കുന്ന മനുഷ്യന് അതോടുകൂടി നാശം. അവൻ മരിച്ച് ഖബറിലേക്ക് വന്ന് അവൻ്റെ അദാബുകൾ തുടങ്ങുമ്പോൾ അവൻ വിളിച്ചു പറയും, ഒരിക്കലെങ്കിലും ഞാൻ എൻ്റെ വീടുകളിലേക്ക് പോയിരുന്നെങ്കിൽ, ഒരിക്കലെങ്കിലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ ഈ ജീവിക്കുന്ന ജീവിതമല്ല യഥാർത്ഥ ജീവിതം, കാലാകാലങ്ങളായി ജീവിക്കാനുള്ളൊരു ജീവിതമുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ രക്ഷപ്പെടാമെന്ന് വിളിച്ചു പറഞ്ഞേനെ. പക്ഷേ മരണപ്പെട്ടു പോയ ആരും, ശിക്ഷ അനുഭവിക്കുന്ന ആരും ഇന്നേ വരെ തിരിച്ച് ലോകത്തിലേക്ക് വന്നിട്ടില്ല, അങ്ങനെ വരികയുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി നമ്മളെല്ലാവരെയും അള്ളാഹു നന്നാക്കുകയും അള്ളാഹു ഹിദായത്തിലാക്കുകയും മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ മരണിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദി വഅലിഹി വസഹബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.